ഈ എഴുത്തുന്ന ആള് മനസ്സിൽ കണ്ട് എഴുതിയാൽ റിപ്പീറ്റേ വരുള്ളൂ. നമ്മൾ ആ സിനിമയില് ചെയ്ത നമ്മളെ വിളിച്ചൊരു പടത്ത് ചേട്ടനോട് പറഞ്ഞാൽ കേട്ടിട്ടുണ്ട്, ചേട്ടനെ കണ്ടെഴുതിയോണ്ട് ചേട്ടൻ ഒന്നുകൂടെ അതില് ചെയ്ത പോലെ ചെയ്യുവോ, ഇതില് ചെയ്ത പോലെ ചെയ്യുവോ, ഇത് തന്നെ ചെയ്യുവോ എന്ന് കൃത്യമായിട്ട് ചോദിക്കും. അങ്ങനെ പറയാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിച്ചു, അമ്പിളിച്ചേട്ടനാണ് ഉള്ള സമയത്ത് സിനിമയിൽ ഇല്ലാത്ത സിനിമ ഏതാ ഉള്ളത്? പുള്ളിയുടെ ടിപ്പിക്കൽ ക്യാരക്ടേഴ്സ് തന്നെയല്ലേ എഴുതുന്നത്. പക്ഷെ അത് പെർഫോം ചെയ്ത് വരുമ്പോഴത്തേക്കും സ്വാതന്ത്ര്യമുള്ള നടന്മാർക്ക് അത് പറ്റും. മാത്രമല്ല ചേട്ടാ, ഫീമെയിൽ കോമഡി എന്ന് പറഞ്ഞത് പ്രാബല്യത്തിൽ കൊണ്ടുവന്നത് അന്ന് മുതലേ ഉണ്ടെങ്കിലും ആ ഒരു ട്രാക്ക് കോമഡിയിലാവാതെ അതിലൊരു മാറ്റം കൊടുത്ത് ഒരു നാച്ചുറൽ ഇതിലേക്ക് മാറ്റിയതാണ് മിൻചേച്ചി. നായികമാര് കോമഡി ചെയ്താൽ ആരും അംഗീകരിക്കത്തില്ലായിരുന്നു. ഉർവശിയാണ് അതിന് തുടക്കം കുറിച്ചത്. കുറേശ്ശെ ആയിട്ട് എന്നോടത് ആദ്യം എന്നെ അപ്രീഷിയേറ്റ് ചെയ്തത് ശ്രീദേവിയാണ്. അത് മിനിശേഷിയുടെ ഏറ്റവും ആരാധനാപാത്രമാണ് ശ്രീദേവി. ശ്രീദേവിയുടെ പടങ്ങൾ, ശ്രീദേവി എങ്ങനെ നടക്കുന്നു, ഏത് ഡ്രസ്സ് ചെയ്യുന്നു, ശ്രീദേവിയുടെ പാട്ട്. അപ്പം ശ്രീയമ്മ എൻ്റെ ഒരു ഫംഗ്ഷന് കൊണ്ട് കുറേ നാളിന് മുമ്പ് ഞാൻ തമിഴ് ചെയ്തൊക്കെ ശ്രീയമ്മ ഹിന്ദി ചെയ്യും. ശ്രീയമ്മ തെലുങ്കിൽ ചെയ്തതും തമിഴ് ചെയ്തതും ഞാൻ വീണ്ടും സെക്കൻഡായിട്ട് തെലുങ്കിലും ഇതിലും അല്ലെങ്കിൽ തമിഴ് റീമേക്ക് ചെയ്തിട്ടുണ്ട്. തോഫ എന്ന് പറഞ്ഞ ശ്രീയമ്മയുടെ ഫേമസ് ഫിലിം ഞാനാണ് തമിഴ് ചെയ്തത്, പിന്നെ വന്നിട്ട് ചെയ്യുന്നത്. അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു, ഉർവശി അറിയുന്നില്ല, ഉർവശിക്കകത്തൊരു ഹ്യൂമർ ഉണ്ട് കേട്ടോ. അന്ന് ഞാൻ ഏറ്റവും ഒരു ഇൻട്രോവേർട്ട് ക്യാരക്ടറാണ് ബേസിക്കായിട്ട്. എനിക്കൊരുപാട് കിടന്ന് വളവളാന്ന് വർത്തമാനം പറയുന്നത് ഇഷ്ടമേ അല്ല. അങ്ങനെ പേഴ്സണലായിട്ട് സംസാരിച്ചുകൊണ്ട് ആരെങ്കിലും ഇരുന്ന് കഴിഞ്ഞാൽ ഞാൻ എങ്ങനെയെങ്കിലും അവിടെ നിന്ന് മുങ്ങും. എനിക്കൊരിക്കലും ഇഷ്ടമുള്ള ഒരു പുസ്തകം കിട്ടിയാൽ മതി, ഞാൻ അവിടെ ഇരുന്നോളൂ. അപ്പോൾ അത് മാറ്റിയെടുത്തത് ശ്രീയമ്മയാണ്. ശ്രീയമ്മ എന്നോട് പറഞ്ഞു, അതൊന്ന് കിടപ്പുണ്ട് ഉർവശി, ഒരു ഹീറോയിൻ കോമഡി എന്ന് പറഞ്ഞാൽ ഞാൻ വളരെ വൈകി മനസ്സിലാക്കി പ്രയോഗിച്ചുകൊണ്ടിരിക്കുക. അതിൽ തൻ്റെ ഒരു ചെറിയ ഇൻഫ്ലുവൻസ് ഉണ്ട്. കാരണം താനത് നന്നായിട്ട് പ്രയോഗിക്കുന്നുണ്ട്, താൻ അത് അറിയുന്നതേ ഇല്ല. അത് ഈ ഹ്യൂമർ ചെയ്യുമ്പം ഇത്തിരി കയറ്റി ചെയ്യണമെന്നുള്ളൊരു തത്വം അന്തരീക്ഷത്തിലുണ്ട്. ഹീറോയിൻ ഇത് കയറ്റി ചെയ്യാൻ പറ്റൂല, ഒരു ഹ്യൂമർ ക്യാരക്ടർ ചെയ്യുന്ന പോലെ ചെയ്യാൻ പറ്റൂല. അപ്പം അത് കൺവിൻസ് ചെയ്തെടുക്കല് വലിയ ബാധ്യതയാണ്. അവിടെയാണ് ചേച്ചിയൊക്കെ ഏറ്റവും സുഖമായിട്ട് തലവരി പോകുന്നത്. അങ്ങനെ ഓവർ കോമഡിയോട് എനിക്ക് താല്പര്യമില്ല. ഇല്ല, ഇപ്പോ തലയണ മന്ത്രം എടുത്താല് നിങ്ങൾ വീട് മാറിയ ശേഷം പിറ്റേന്ന് രാവിലെ എന്നെ പെണ്ണ് കാണാൻ വന്നപ്പം നിങ്ങളെ കാണാൻ മമ്മൂട്ടിയെ പോലെ ആയിരുന്നു എന്ന് ശ്രീ പറയുന്നുണ്ട്. വലിയ ചിരി ഉണ്ടാക്കിയ സീന, വളരെ ജെനുവിനാണ്. നിങ്ങളുടെ കാറ് നിന്ന് പോയിട്ട് ഒന്ന് ഇറങ്ങി തള്ളുമെന്ന് വെച്ചപ്പോ ഞാൻ ഇറങ്ങുകയല്ല, കാറിൽ നിന്ന് ഞാൻ ഇറങ്ങില്ല, എനിക്കിത് തള്ളില്ല, ഞാൻ ഈ നാണക്കേടിന് ഇല്ല എന്നല്ല. ഇത് സീൻ വളരെ ജെനുവിൻ ആയിരിക്കണം, ഹ്യൂമർ ആയിരിക്കണം എന്നുള്ള ഉത്തരവാദിത്വം നായിക ചെയ്യുമ്പോഴുണ്ട്. തീർച്ചയായിട്ടും നായികക്ക് ഉത്തരവാദിത്വം അത് നടപ്പിലാക്കി എടുത്തു. അത് സത്യമായിട്ടും വലിയൊരു പങ്കുണ്ട് അതിൽ, ഇല്ലെന്ന് പറയുന്നില്ല. തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ സിനിമ വേണുചേട്ടന് വലിയ പങ്കുണ്ട്. നന്മ നിറഞ്ഞ ശ്രീനിവാസൻ അതിലൊക്കെ ഇൻഡയറക്റ്റ് ആയിട്ട് ജയറാമിനെ പേടിപ്പിക്കും. പോയിരുന്നു ഇവിടെ പ്രേതം ഉണ്ടെന്നൊക്കെ പറഞ്ഞ് പേടിപ്പിക്കുകയൊക്കെ ചെയ്യും. അങ്ങനെയുള്ള വേണുചേട്ടന്റെ പടങ്ങളിൽ അത് അപ്പം നടപ്പിലാക്കിയിട്ടുണ്ട്. പിന്നെ സുരേഷ് ഉണ്ണിത്താൻ ചേട്ടൻ, വേണുനാഗവള്ളിയുടെ ക്യാരക്ടേഴ്സിന് കളിപ്പാട്ടം എല്ലാ പടങ്ങൾക്കും ഉണ്ട്. സ്വാഗതം, ഫിഫി എന്ന് പറഞ്ഞ ക്യാരക്ടർ, സുഗമോ ദേവിയില് അതിന് ചെറിയൊരു എലിമെന്റ് ഉണ്ട്. അപ്പൊ എല്ലാ സിനിമകളിലും ടച്ച് ചെയ്ത് അതിൽ കൂടെ തലയണമന്ത്രം തന്നെയല്ലേ പൈസ കൊടുത്ത് എനിക്കിത് മേടിക്കേണ്ട ആവശ്യം. അതെ അതെ, തലയണമന്ത്രത്തിൽ ഫസ്റ്റ് എടുത്ത ഷോട്ട് സിനിമയില്, അത് ഫസ്റ്റ് എടുത്ത ഷോട്ടാണത്. അതാണ് എന്റെ ഓർമ്മയിലുള്ളത്. കളിപ്പാട്ടത്തിൽ ലാലേട്ടൻ എങ്ങനെങ്കിലും ഒന്ന് ചൂടാകണമെന്ന് വെച്ച് വയലിന്റെ ഇതെല്ലാം പൊട്ടിച്ചിട്ട് കാണിക്കുന്ന എന്തൊക്കെയോ നമ്മൾ മിഥുനം എടുത്താൽ പോലും പഴയ കത്തുകൾ സൂക്ഷിച്ചു വെക്കുന്ന ആ ഭാര്യ, അതിനകത്ത് സങ്കടവും നമുക്ക് അവരുടെ അവസ്ഥ, അവരൊരു പൈങ്കിളിയാ. ഈ റിയാലിറ്റി പല ലേയേഴ്സ് ഉണ്ട്. അവരുടെ ഒരു സങ്കടവും കുറെ ഉണ്ട്. അപ്പൊ അതിനൊക്കെ തുടക്കം വച്ചതല്ലേ. ഇപ്പം കൽപ്പന ചേച്ചി ഹ്യൂമറിന് ഇത്രയും ഒരു, ഞാനതാ ജഗതിച്ചേന്റെ ഒപ്പമൊക്കെ രണ്ടാണുങ്ങളെ കാസ്റ്റ് ചെയ്യാവുന്നിടത്ത് നമുക്ക് ഒരു പെണ്ണിനെ കാസ്റ്റ് ചെയ്യാന്ന് തോന്നിച്ചു തുടങ്ങിയതിനകത്ത് കാബുളിവാലയൊക്കെ എടുത്താല് ഉണ്ടല്ലോ, അതിന് വലിയൊരു പങ്ക് കൽപ്പന ചേച്ചിയും വഹിച്ചിട്ടുണ്ട്. ചേച്ചിയൊക്കെ ആണെങ്കിൽ അതിൽ ഒരുപാട് പങ്കുവച്ചിട്ടുണ്ട്. ഇപ്പോ വേദികളിലും സിനിമകളിലും നമുക്ക് ഒരുപോലെ പ്രിയപ്പെട്ട കോട്ടയം നസീർക്ക് കൽപ്പന ചേച്ചി ഓർക്കുന്നു. മിക്കപ്പോഴും സിനിമയിൽ അഭിനയിക്കുന്ന ആർട്ടിസ്റ്റുകളൊക്കെ തന്നെ അവര് സ്റ്റേജ് പെർഫോമൻസിലേക്ക് വരുമ്പോൾ പലരും നമ്മൾ എന്താ പറയുക, സ്റ്റേജിലേക്ക് പറ്റിയവരാണെന്ന് നമുക്ക് തോന്നാറില്ല. പക്ഷെ കൽപ്പന ചേച്ചിയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകതയായിട്ട് തോന്നിയിട്ടുള്ളത്, സ്റ്റേജിൽ കൊണ്ടിട്ടാലും
എന്താ പറയാ, അതുപോലെ തന്നെ നമ്മുടെ സിനിമയിലാണെങ്കിലും എങ്ങനെയാണെങ്കിലും ഒക്കെ ചേച്ചി ഭയങ്കര ഗംഭീരമായിട്ട് പെർഫോം ചെയ്ത് നമ്മളെ അത്ഭുതപ്പെടുത്തി കളയും. ചേച്ചി ഉണ്ട് നമുക്കൊരു ധൈര്യം തന്നെയായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറേ ഷോസ്, എൻ്റെ മനസ്സിൽ ഓർമ്മ വരുന്നത്, ഞങ്ങളൊരു UK ഷോയ്ക്ക് പോയത് 10 ദിവസം ഷോ ആയിരുന്നു. ചെന്നിറങ്ങി അന്ന് തൊട്ട് ഷോ തുടങ്ങി 10 ഷോ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് റിട്ടേൺ ആയിരുന്നു. ഒരു വണ്ടിയിലായിരുന്നു ഞങ്ങൾ എല്ലാവരുടെയും കൂടെ ഒരു യാത്ര. അപ്പോഴൊക്കെ ഒരു സ്റ്റേജ് ബാലൻസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മളോടൊപ്പം ഒരു സ്കിറ്റ് കളിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇഷ്ടം കാണിക്കുന്നത്, അത് ചെയ്യാൻ ഒരു മടിയില്ലാതെ നമ്മളോടൊപ്പം നിന്ന്, ഇനിയിപ്പോൾ അതിനകത്ത് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ ചേച്ചിയുടേതായിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് ഒക്കെ ഇട്ട് ഏറ്റവും മനോഹരമായിട്ടാണ് നമ്മളോടൊക്കെ സപ്പോർട്ട് ചെയ്യുന്നത്. ഇനിയും ഒരുപാട് ഓർമ്മകളുണ്ട്, എല്ലാം കൂടി ഇവിടെ പങ്കുവെക്കാൻ സാധിക്കുന്നില്ല. എന്തായാലും ചേച്ചിയുടെ ഓർമ്മകൾ പങ്കുവെക്കുന്ന ഈ എപ്പിസോഡിൽ എന്നെയും കൂടി ഉൾപ്പെടുത്തിയതിന് ഒരുപാട് സന്തോഷം.